SEAT മെക്കാനിക്കലിലെ മെക്കട്രോണിക്സ് മൊഡ്യൂൾ 3 ആണ് നോക്കുന്നത്. മെക്കട്രോണിക്സ് ഇൻ CNC machines. Important parts of a CNC machines are machine structure, guideways, bearings, spindle and spindle bearings, measuring system, controls, software and operating interface. ഇനി മെഷീൻ സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. So what is a machine structure? The machine structure is the load carrying and supporting member of a machine tool. ഒരു മെഷീൻ ടൂളിൽ ഉണ്ടാകുന്ന ലോഡിനെ ക്യാരി ചെയ്യാനും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മെമ്പറാണ് മെഷീൻ സ്ട്രക്ചർ. All the motors, function assemblies and drive mechanism of a machine tool are aligned to each other and fixed to the machine structure. ഒരു മെഷീൻ ടൂളിനെ മൂവ് ചെയ്യാനുള്ള മോട്ടോഴ്സും അതിന്റെ ഡ്രൈവിംഗ് മെക്കാനിസംസ് എല്ലാം ഫിക്സ് ചെയ്തിരിക്കുന്നത് ഈ മെഷീൻ സ്ട്രക്ചറിലാണ്. The machine structure is subjected to static and dynamic load. So, it is very essential that the structure does not deform or vibrate beyond a permissible limit under the action of these forces. അപ്പോൾ ഈ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ലോഡ്സ് കാരണം സ്ട്രക്ചറിൽ എന്താണ് ഡീഫോർമേഷനും വൈബ്രേഷനും ഉണ്ടാവും. പക്ഷെ ഇതൊരു പെർമിസിബിൾ ലിമിറ്റിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ അതെന്താണ് ഓവറോൾ സ്ട്രക്ചറിന്റെ പെർഫോമൻസിനെ ബാധിക്കും. So, in order to design a machine structure, there are some basic factors. So, one of the factor is static load. The static load results from the weight of the slides and job and the forces due to cutting. അതായത് കട്ടിംഗ് ഫോഴ്സസ് കാരണം പിന്നെ ജോബിന്റെയും സ്ലൈഡ്സിന്റെയും വെയിറ്റ് കാരണം ഉണ്ടാകുന്ന ലോഡാണ് സ്റ്റാറ്റിക് ലോഡ്. To keep the deformation of the structure within the permissible limit due to static loading, the structure should have high stiffness and proper structural configuration. ഒരു സ്ട്രക്ചറിന്റെ ഡീഫോർമേഷൻ സ്റ്റാറ്റിക് ലോഡിങ് കാരണം അതിന്റെ പെർമിസിബിൾ ലിമിറ്റിൽ നിൽക്കണമെങ്കിൽ ആ സ്ട്രക്ചറിന് എന്ത് വേണം? ഹൈ സ്റ്റിഫ്നെസ് ഉണ്ടായിരിക്കണം, പിന്നെ പ്രോപ്പർ സ്ട്രക്ചറൽ കോൺഫിഗറേഷൻ ഉണ്ടായിരിക്കും. ജനറലി നമ്മൾ രണ്ട് ബേസിക് ആയിട്ടുള്ള കോൺഫിഗറേഷൻ ആണ് മെഷീൻ ടൂൾസിൽ യൂസ് ചെയ്യുന്നത്. അതിലൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ടേബിൾ മൂവ് ചെയ്തിട്ട് കോളം കോൺസ്റ്റന്റ് ആക്കി വെക്കുന്ന ഒരു കോൺഫിഗറേഷനും പിന്നെ വർക്ക് ടേബിളിനെ ഫിക്സ് ആക്കി വെച്ച് കോളത്തെ മൂവ് ചെയ്യുന്ന രണ്ടാമത്തെ കോൺഫിഗറേഷൻ. സോ രണ്ടാമത്തെ ഡിസൈൻ ഫാക്ടർ എന്ന് പറയുന്നത് ഡൈനാമിക് ലോഡാണ്. ഇറ്റ് അറൈസസ് ഡ്യൂ ടു ദി കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദി സ്ട്രക്ചർ വൈൽ മൂവിങ്. മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോഴ്സിൽ ചേഞ്ചസ് ഉണ്ടാവുണ്ടെങ്കിൽ അത് അവിടെ ഡൈനാമിക് ലോഡാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. These forces causes vibration of the whole machine. Dynamic load machine tools vibration ആണ് ക്രിയേറ്റ് ചെയ്യുക. These vibration are caused by the unbalanced rotating parts, improper meshing of the gear and bearing irregularities. And these vibrations can be reduced by reducing the mass of the structure, increasing the stiffness and improving the damping properties. So മൂന്നാമത്തെ ഡിസൈൻ ഫാക്ടർ എന്ന് പറയുന്നത് തെർമൽ ലോഡാണ്. In a machine tool, there are number of local heat sources which set up thermal gradients within the machine. ഒരു മെഷീനിൽ എന്താണ് അവിടെ കുറെ ഹീറ്റ് സോഴ്സസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ മോട്ടോഴ്സ്, പിന്നെ ഫ്രിക്ഷൻ, പിന്നെ മെഷീനിങ് പ്രോസസ് കാരണം ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ അവിടെ ഹീറ്റ് സോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഹീറ്റ് സോഴ്സ് കാരണം അവിടെ എന്താണ് ടെമ്പറേച്ചർ ഗ്രേഡിയൻസ് ഫോം ചെയ്യും, ടെമ്പറേച്ചർ ഡിഫറൻസസ് ഫോം ചെയ്യും. അപ്പോൾ ഈ തെർമൽ ഡിഫറൻസ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്താണ് അവിടെ ലോക്കലൈസ്ഡ് ഡീഫോർമേഷൻസ് ഉണ്ടാകും. ഈ തെർമൽ ഡീഫോർമേഷൻസ് അവിടുത്തെ ആക്യുറസി കുറക്കുകയും അത് ആ മെഷീന്റെ പെർഫോമൻസിനെ എഫക്ട് ചെയ്യുകയും ചെയ്യും. To reduce these thermal deformations, we mount the drives externally and reducing the frictional heat from guideways and bearing by proper lubrication. നമ്മൾ എന്താണ് ഗൈഡ്വേസിന്റെയും പിന്നെ ബിയറിങ്സിന്റെയും ഫ്രിക്ഷണൽ നേച്ചർ കുറക്കാൻ വേണ്ടി ആ ഫ്രിക്ഷൻ കാരണം ഉണ്ടാകുന്ന ഹീറ്റ് കുറക്കാൻ വേണ്ടി നമ്മൾ അതിനാവശ്യമായിട്ടുള്ള ലൂബ്രിക്കേഷൻ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഒരു മെഷീൻ പ്രോസസ്സിന്റെ സമയത്ത് എഫിഷ്യന്റ് ആയിട്ടുള്ള കൂളിംഗ് പ്രൊവൈഡ് ചെയ്ത് അവിടുത്തെ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യും. പിന്നെ ഒരു തെർമോസിമെട്രിക് വേയിൽ സ്ട്രക്ചറിനെ ഡിസൈൻ ചെയ്യും.